ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു പൗലോസിന്റെ ഒരു ഹാപ്പി വീഡിയോ എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ ചേട്ടായി ഉണ്ട്, ഒരു ഓളം ഉണ്ട് എല്ലാരും പറയുന്നുണ്ട് കേട്ടോ. ശരിയാണ്. ഇന്ന് ഇപ്പൊ തൊഴിലുറപ്പിന് പോകുന്നത് ചേട്ടാടെ പെങ്ങളുടെ കൂടെയാണ്, കുമാരി ചേച്ചിയുടെ കൂടെ. ഞാൻ ഇച്ചിരിയൊക്കെ ചെത്തിക്കുമ്പോൾ കുമാരി ചേച്ചി കൂടെ കൂടി ചെത്തി തരും. എന്നിട്ട് ഇന്ന് എന്നോട് പറഞ്ഞു സുനിയും കൂടെ ഉണ്ടെങ്കിൽ വീഡിയോ കാണാൻ ഒരു കാര്യമുണ്ട്. എന്നാ അറിയോ, എന്റെ പെങ്ങളോട് പിന്നെ തൊഴിലുറപ്പ് ജയിക്കുന്നുള്ളൂ. അല്ലെ പിന്നെ ഇവിടെ പണിയും. അയ്യോ സത്യം കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, എന്റെ മറ്റേ നമ്മുടെ നടക്കലെ ജോസിയേട്ടൻ, നടക്കലെ അപ്പച്ചിഞ്ചേട്ടൻ, ചന്ദ്രൻ ചേട്ടൻ, നമ്മുടെ കുഞ്ഞാൻ ചേട്ടൻ, അവരെല്ലാരും സഹായിക്കുന്നുണ്ട് കേട്ടോ. സത്യം എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അതെ, എല്ലാരും സഹായിക്കുന്നുണ്ട്. കുഞ്ഞാൻ ചേട്ടനാണെങ്കിലും ശരി, ചന്ദ്രനാണെങ്കിലും ശരി, നമ്മുടെ ഇവിടുത്തെ നടക്കലെ ചേട്ടന്മാരാണ്, അപ്പം ചേട്ടനും തകച്ചേണ്ടും കേട്ടോ. അപ്പൊ അവരെല്ലാരും ചേച്ചിമാരാണേലും എല്ലാരും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ഉണ്ണിയമ്മ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, മല എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, അങ്ങനെ എല്ലാവരും അമ്മാമ്മയുണ്ട്, ചേച്ചിയുണ്ട്. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനാണ് ഇത്ര ഒത്തിരി നാളും പണി ചെയ്യാതെ എന്നിട്ട് പോയേക്കുന്നത്. ഇപ്പോഴല്ലേ പോകുന്നത്, അവരൊക്കെ നേരത്തെ തൊട്ടേ പണിയുന്നു. അതെ, ഈ തൊഴിലുറപ്പ് തുടങ്ങിയ കാലം തൊട്ട് അവർ പണിയുന്നു. ചേട്ടനെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഒരു പരിഗണന ഉണ്ട്. അതെ. അപ്പൊ എന്നാ ഇപ്പം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകതകളും വിശേഷങ്ങളും. വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നലെ നമ്മള് പരീക്ഷയുടെ ഫലം വന്നായിരുന്നു, SLCയുടെ. അപ്പം ജയിച്ച കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മൾ ആശംസകൾ പറഞ്ഞു. പക്ഷെ എന്നാൽ കുറച്ച് പേര് തോറ്റിട്ടുണ്ട്, വിരള എണ്ണാവുന്ന പിള്ളേർ തോറ്റിട്ടുണ്ട്. ആ തോൽവി വിജയത്തിൻ്റെ അടിത്തറയാണ്. തോറ്റ കുട്ടികൾ ഒരിക്കലും ഞാൻ പരാജയപ്പെട്ടെന്ന് വിചാരിക്കില്ല. പരാജയപ്പെട്ടല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കാണ്ട് വീണ്ടും എഴുതി മുന്നേറുക. അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ തോറ്റത് നമ്മൾ ഇപ്പം തോറ്റു എന്ന് വിചാരിക്കണ്ട. അപ്പം നമ്മുടെ ജയം തോൽവിയില്ല. ജയം തോൽവിയല്ല, തോൽവിയുടെ അല്ലോ, അങ്ങനെയല്ലോ അതിനാ പറഞ്ഞത്. അത് തന്നെ ഞാനും പറഞ്ഞിപ്പം അതെന്നായിരുന്നു, വിജയത്തിന്റെ അടിത്തറയാണ് തോൽവി. അത്രേ ഉള്ളൂ. അപ്പൊ തെറ്റിപ്പോട്ടാണ്, ക്ഷമിച്ചാൽ ഞാൻ ഒരു അതങ്ങനെ പറയുന്നതായിരുന്നു. കുട്ടികൾ ഈ തോറ്റുപോയി എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. അപ്പൊ നമുക്ക് ഒരു അടുത്തൊരു എക്സാം കൂടെ എഴുതിയാൽ ജയിക്കാന്ന് വെള്ള എണ്ണെന്ന പിള്ളേർ തോറ്റുള്ളൂ. നല്ലൊരു ശതമാനം ജയം ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട, നിങ്ങളെല്ലാം ജയിക്കും. 100% വിജയം കൈവരിക്കട്ടെ. കേരളത്തിൽ ജയിച്ച എല്ലാ SLC പിള്ളേർക്കും, പ്ലസ് ടു പിള്ളേർക്കും നാളെ അവർ വന്നിട്ടില്ല, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എഴുതുന്നു. എല്ലാവർക്കും നല്ലൊരു ആശംസ. അങ്ങനെ ഒരു SLC ബുക്ക് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം മക്കളെ. അതുകൊണ്ട് തോറ്റുപോയെന്നുള്ള കുഞ്ഞുങ്ങൾ ഒന്നും വിഷമിക്കരുത്. അല്ല, കിട്ടും. എങ്കിലും നിങ്ങൾ പാസ്സായി എടുക്കണം, നിങ്ങൾ ജയിക്കണം കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ SLC ബുക്ക് വേണം. ഇനി SLC പാസ്സാണ്, ഇനി ലൈസൻസ് വരെ കിട്ടണമെങ്കിൽ എന്നുള്ള നിയമങ്ങളൊക്കെ വരും. അതുകൊണ്ട് ആരും തോറ്റെന്നും പറഞ്ഞൊന്നും വിഷമിച്ചോ ഒന്നും തോറ്റെന്ന് ആരും വിഷമിക്കരുത്. തോൽവി ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ. അതുകൊണ്ട് തോൽവി നമുക്കൊരു പരാജയം കൂട്ടും. നമുക്ക് പിന്നെയും എഴുതിയെടുക്കാം. ഒരു പ്രാവശ്യം എഴുതിയാൽ നിങ്ങൾക്ക് എടുക്കാന്നുള്ളൂ. നിങ്ങളെ ഒരു കഠിനമായിട്ടൊരു ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാന്നുള്ളൂ. ഇപ്പൊ എത്ര ജയിച്ചില്ലേ, കേരള എണ്ണാവുന്ന പിള്ളേർ തോറ്റിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് തോറ്റ കുട്ടികൾ സങ്കടപ്പെടരുത്, അവർ ജയിക്കണം. അവർക്ക് അടുത്തൊരു പരീക്ഷ കൂടെ എഴുതി ജയിക്കാനുള്ള എല്ലാ വിജയാശംസകളും നേരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ വിശേഷം, നമ്മുടെ രണ്ടാമത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉത്സവം. ഇപ്പോൾ ഒരുപാട് ഉത്സവം നടന്നു നമ്മുടെ ഇവിടെ. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നടന്നു, ഇവിടെ തൊട്ടടുത്ത് നടന്നു, പിന്നെ ശിവരാത്രി നടന്നു, ഒരുപാട് നടന്നു. ഇപ്പം പിന്നെ നമ്മുടെ ഇവിടെ ഉപ്പാറ ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉപ്പാറ ഉത്സവം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ അമ്പലത്തിലാണ്. ഇപ്പൊ SNDP കഴിഞ്ഞതോടെ SNDP ഒക്കെ ഭയങ്കര ഉത്സവമാണ്, ഭയങ്കര ഉത്സവം. ഈ ഭാഗത്ത് ഈ ലാസ്റ്റ് ഉത്സവമാണ് ഉപ്പതറ ഉത്സവം എന്നാണ് പറയുന്നത്. ഉപ്പതറ ഉത്സവം, ഉപ്പറ ഉത്സവം 2024. അപ്പം അതിനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും. ഇന്നുകൊണ്ട് പിന്നെ തുടങ്ങിയിട്ടുണ്ട് പരിപാടി. അല്ല, ഇന്നലെ കൊണ്ട് തുടങ്ങി അല്ലേ? ഇന്ന്. അപ്പം നാളെ വീഡിയോ വരത്തുള്ളൂ. തുടങ്ങി, നാളെ വീഡിയോ വരത്തുള്ളൂ. ഇന്നലെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നാളെ വീഡിയോ വരുന്നുള്ളതാണ് ഇങ്ങനെ പറഞ്ഞു. സോറി കേട്ടോ, ക്ഷമിക്കണം. അപ്പം പിന്നെ അതിൻ്റെ ഉള്ള പിന്നെ അന്നദാനം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലിലൊന്നും കച്ചവടം കാണത്തില്ല. ഹോട്ടലിൽ കഞ്ഞിവെപ്പ് കാണിച്ചു ഉപ്പാറില്ല. കാരണം എല്ലാ ലോഡിങ് ആരും എല്ലാ മനുഷ്യരും ഞങ്ങളുടെ കടയിലൊന്നും ചോറൊന്നും കൊണ്ടുവരത്തില്ല. എല്ലാവരും അവിടെ പോയിട്ടോണം. അപ്പം ഞങ്ങൾക്ക് ചോറ് അവർ മേടിച്ചോണ്ട് വരുമായിരുന്നു. അപ്പം മേടിച്ചിട്ട് ലോഡിങ് തൊഴിലാളികള്, നമ്മുടെ കടയിൽ നിൽക്കുന്ന ഞങ്ങളെ പോലെ തൊഴിലാളികള്, പിന്നെ എല്ലാവരും പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, പഞ്ചായത്ത് എല്ലാ ജീവനക്കാരും വരും.
അതിനകത്ത് പിന്നെ ചെറുതോ വലുതോ ഒന്നുമില്ല. ഉത്സവം അതാണ് ഉപ്പറ 24. അപ്പം എന്നാ പറഞ്ഞ ജയിച്ച കുഞ്ഞുങ്ങൾക്കും തോറ്റ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ എല്ലാം കൂടെ പ്രമാണിച്ച് കൃഷ്ണന്റെ എങ്ങാനും രണ്ടൊരു പാട്ട് പാടും. അത് വലിയൊരു ചതിയായി പോയി. അതന്നെ, കൃഷ്ണന്റെ ഏതെങ്കിലും രണ്ടൊരു പാട്ട്. കൃഷ്ണന്റെ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. പിന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നല്ല അഭിനന്ദനങ്ങളുണ്ട്. ജയിച്ചവർക്ക് നല്ല അത് മതി, അഭിനന്ദനം കുറെ പറഞ്ഞു മതി. ഇനി രണ്ടൊരു പാട്ട് പാടും. പിന്നെ നമുക്ക് കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് ഒരു പാട്ട് പാടണമെന്ന് വെച്ചാൽ ഇപ്പൊ എന്നാ ഏതാ പാട്ടാ? സാന്ദ്രാനന്ദാപബോധാത്മകമനുഭവിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗജസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം നൃത്തമാനേ പോയി. പോയി. അയ്യോ, അതെ, ചിലപ്പം ഓർമ്മ കിട്ടുന്നില്ല ഇപ്പം പാട്ട്. അപ്പൊ പാട്ട് ആലോചിക്കാൻ വേണ്ടി 2 മിനിറ്റ് 2 സെക്കൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, ക്യാമറ ഓൺ ചെയ്യുമ്പോൾ എനിക്ക് പാട്ട് വന്നു. ഓരോ നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ടാന്ന് മനസ്സിലായല്ലോ? നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഇതിനെ പ്രമാണിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും കേട്ടോ. അപ്പം ഇന്നത്തെ നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് വന്നിട്ടാണ് ഇൻട്രോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. കാരണം അത്രയും നല്ലൊരു വീഡിയോ ആണ്, കേൾക്കാതെ പോകരുത്. കാരണം അത്രയും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പം നമുക്ക് പോയി നല്ല വീഡിയോ ഉണ്ടല്ലോ, വായോ. അപ്പം നമ്മുടെ കൃഷ്ണൻ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഒരു എന്നാ പറയുന്നത് വിളംബര ഘോഷയാത്രയാണ് കേട്ടോ. ഇത് പാലത്തിൻ്റെ അവിടെ തുടങ്ങി ഉണ്ടായിരുന്നു. ഞാൻ സ്കൂട്ടി കൊണ്ട് നമ്മുടെ സ്കൂട്ടിയുടെ ഇതാണ് ഗ്ലാസ്സാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് നിന്നാണ് കേട്ടോ. അമ്പലത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ നിന്നാണ് ഇതൊക്കെ എടുക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഇവിടെ ഉള്ള 10 ഏക്കറിലുള്ള പിള്ളേരാണ് കേട്ടോ. നമ്മളോട് ശിവഗിരിക്ക് വന്നവന്മാരൊക്കെയാണ്. എല്ലാം നമ്മുടെ വേണ്ടപ്പെട്ട കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പം കുറേ പേരുണ്ടായിരുന്നു. ഇത് വലിയൊരു ഘോഷയാത്രയല്ല, മഹാഘോഷയാത്ര വരുന്നതേ ഉള്ളൂ. എന്നാലും നമ്മുടെ അമ്പലത്തിൽ ഇത്രയും ആൾക്കാരെയൊക്കെ കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. ഞാനിപ്പം രാത്രി ഇതേ 10 മണിയായി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴ ഇടിയും തകർപ്പുമാണ് കേട്ടോ. എൻ്റെ ദൈവമേ, നാളെ വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് ഓർത്തിട്ട് ഒരു പേടിയാവുന്നുണ്ട്. കാരണം കറണ്ട് പോവുകയോ നെറ്റില്ലാതെ ആവുകയോ ചെയ്താൽ നമുക്ക് നാളെ വീഡിയോ ഇടാൻ വേറെ വീഡിയോ ഇല്ല എൻ്റെ കയ്യിൽ. ആളുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഇവിടെ 3-4 പേര് നിൽപ്പുണ്ട്. ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം സന്ധ്യ മയങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ മറ്റേ ഡെക്കറേഷൻ്റെ ലൈറ്റൊക്കെ കുറച്ചേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഇപ്പം അവിടെയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, കുറേ പിള്ളേർ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഇന്ന് മഴ ഭയങ്കര ഇരുണ്ട് മൂടി കെട്ടി നിൽക്കുമായിരുന്നു ഈ ടൈമിലൊക്കെ. പക്ഷേ ആ സമയത്തൊന്നും പെയ്യാണ്ട് ഇപ്പം രാത്രിയിലാണ് 10 മണിയായപ്പോഴാണ് മഴ പെയ്യുന്നത് കേട്ടോ. ഒത്തിരി സന്തോഷം. കൃഷ്ണൻ്റെ അമ്പലത്തിലെ ഉത്സവത്തിനും പിന്നെ നമ്മുടെ പതാലമ്പലത്തിലെ അമ്പലത്തിലെ ഉത്സവത്തിന് താലം വരുമ്പോഴും ഒക്കെ മഴ പെയ്യാറുണ്ട്. ഭയങ്കരമായിട്ട് വേനൽ ചൂട് എടുത്ത് കരിഞ്ഞുണങ്ങി വെള്ളമൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് ആ 2 ടൈമും. ആ സമയത്ത് ഒരു ഭയങ്കര അത്ഭുതം പോണക്ക് നമുക്ക് മഴ കിട്ടാറുണ്ട് കേട്ടോ. എന്തായാലും ഇത് ഒത്തിരി നല്ലൊരു സന്തോഷം തോന്നുന്നു. കാരണം എല്ലാവരുടെ ഏലമൊക്കെ നശിച്ച് കൃഷിയെല്ലാം നശിച്ച് നിൽക്കുന്ന ഒരു ടൈമാണ്. ഇനിയെങ്കിലും മഴ കിട്ടിയില്ലെങ്കിൽ കുടിവെള്ളം പോലും ഇല്ലാതെ ഒത്തിരി പേരുണ്ട്. നമ്മുടെ ബിന്ദു ചേച്ചിയാണ് കേട്ടോ, എൻ്റെ സംഘത്തിലുള്ള ചേച്ചി. എന്നെ അങ്ങോട്ട് പോയപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ അല്ലേ ആരാ ബിന്ദു ചേച്ചിന്ന്? സോറി, എന്നെ നോക്കുന്ന കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ആ ചുമല ചുരിദാറിട്ട് അവിടെ തിണ്ണയിലൊരു മോള് നിൽക്കുന്ന കേട്ടോ, അത് അമ്മുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ.
ജ്യോതി പരം ജ്യോതി ദീപോ ജ്യോതി ജനാർദ്ദന ദീപോ ഹരതു മേ പാപം ദീപോ ജ്യോതി നമോസ്തുതേ ശുഭം കരോതു കല്യാണം ആരോഗ്യം സുഖസമ്പദ ദേശബുദ്ധിവിനാശായ ആത്മജ്യോതി നമോസ്തുതേ ആത്മജ്യോതി പ്രദീപ്തായ ഗുരുജ്യോതി നമോസ്തുതേ ദീപോ ജ്യോതി പരം ജ്യോതി ദീപോ ജ്യോതി ജനാർദ്ദന ദീപോ ജ്യോതി നമോസ്തുതേ ശുഭം കരോതു കല്യാണം ആരോഗ്യം സുഖസമ്പദ ദേശബുദ്ധിവിനാശായ ആത്മജ്യോതി നമോസ്തുതേ ആത്മജ്യോതി പ്രദീപ്തായ ഗുരുജ്യോതി നമോസ്തുതേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. എല്ലാവിധ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ തിരു ഉത്സവ ആഘോഷങ്ങള് ഉപ്പുതറ നാടിന്റെ മുഴുവൻ ആത്മീയ ഉണർവിന് കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നാം തിരു ഉത്സവത്തിന് ഭാഗവതം മുഴുവൻ വായിച്ച് അതിലെ കഥയും സന്ദേശങ്ങളും അർത്ഥവും ആത്മീയതയും പകർന്നു കൊടുത്ത് ശരിയായി നാം തിരു ഉത്സവത്തിനായിട്ട് ആത്മീയമായിട്ട് ഒരുങ്ങുന്ന ഒരു സമയമാണിത്. നമുക്കറിയാം, ഭാഗവതത്തിലെ മുഖ്യ സന്ദേശം എല്ലാവരും മൂല്യബോധം ഉള്ളവരായിട്ട് നല്ല മനുഷ്യരായിട്ട് തീരണം എന്നാണ്. ധർമ്മം എന്നീ മൂല്യങ്ങളില് അടിയുറച്ച് ആരെയും ഉപദ്രവിക്കാതെ, സ്വയമായിട്ടും ഉപദ്രവിക്കാതെ നല്ല മനുഷ്യരായിട്ട് തീരണം. ആ സന്ദേശമാണ് നമുക്ക് ഇത് നൽകുന്നത്. ആനയും അമ്പാരിയുമായി ആഘോഷിക്കേണ്ട ഒന്നാണ് തിരു ഉത്സവം. ആത്മീയമായ ഉണർവിനുള്ള ഒരവസരമാണ് ഉത്സവങ്ങള്, തിരുനാളുകള്. കുറെ കൂടി മനുഷ്യത്വമുള്ളവരായിട്ട് തീരുക, പരസ്യമായിട്ട് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുവാനുള്ള അവസരങ്ങളാണ് തിരു ഉത്സവങ്ങള്, അതുപോലെ തിരുനാളുകള്. നമുക്ക് ലഭിച്ച അമൂല്യ നിധിയാണ് നമ്മുടെ വിശ്വാസം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രങ്ങള്, ദേവാലയങ്ങള്, മുസ്ലിം മോസ്കുകള് ദൈവാനുഗ്രഹത്തിന്റെ കേന്ദ്രങ്ങളാണ്, ആത്മീയതയുടെ ഉറവിടങ്ങളാണ്, പരമ പരിശുദ്ധമായ സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഹൈറേഞ്ചിലെ ആദ്യത്തെ കുടിയേറ്റ മേഖലയായ ഉപ്പുതറയില് കുടിയേറ്റ ജനത ആദ്യമായിട്ട് വന്നപ്പോൾ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ നിർമ്മിച്ചത്. ഈശ്വരന്റെ, ദൈവത്തിന്റെ ഭവനമാണ് ക്ഷേത്രങ്ങള്, ദേവാലയങ്ങൾ. അതുപോലെ വിശുദ്ധിയുടെ, ദൈവാനുഗ്രഹത്തിന്റെ, ആത്മീയതയുടെ കേന്ദ്രങ്ങളാണ്. എനിക്ക് ഉപ്പുതറയുമായിട്ട് വൈകാരികമായിട്ട് വലിയ ബന്ധമുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ഇരിക്കുന്ന ഭാരവാഹികളെല്ലാം എന്റെ സുഹൃത്തുക്കളാണ്, വളരെ അടുത്ത സുഹൃത്ത്. അതുപോലെ ഇതെനിക്ക് എല്ലാവരും ഇപ്പോൾ ആ ഒരു നല്ല സൗഹൃദം
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ഈ ക്ഷേത്രവും ഉപ്പുതറ ഭവാനപ്പള്ളി എല്ലാം തൊട്ടടുത്ത് അങ്ങനെ ഒന്നിച്ച് നല്ല സാഹോദര്യത്തിനോട് വന്നു. ബൈബിളില് ഭവനങ്ങള് പടുത്തു വരുത്താനുള്ള വ്യഗ്രതയില് തകർന്നു കഴിയുന്ന ദേവാലയത്തെ കുറിച്ച് ചിന്തിക്കാത്തതാണ് ഇസ്രായേലിന്റെ ദുസ്ഥിതിക്ക് കാരണമെന്ന് ഹഗ്ഗായി പറയുന്നു. അവിടത്തേക്ക് ആലയം പണിയുക, അപ്പോൾ അവിടുന്ന് ഐശ്വര്യം പ്രദാനം ചെയ്യും. ദൈവാലയത്തിന്റെ കല്ലിനു ശേഷം ഇസ്രായേലില് ദൈവാനുഭവവും നന്മയും ഐശ്വര്യവും വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് ദൈവാലയങ്ങൾക്ക് നാം എപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കണം. വർഗീയതയും തീവ്രവാദവും നാടിന് എന്നും ആപത്താണ്. സാമുദായിക ഐക്യം തകർക്കാൻ ആരെയും നാം ഒരിക്കലും അനുവദിക്കരുത്. മതസൗഹൃദം കണ്ണിലെ കൃഷ്ണമണി പോലെ നാം എപ്പോഴും കാത്തു സൂക്ഷിക്കണം, സംരക്ഷിക്കണം. ദൈവം, ഈശ്വരൻ, നമ്മുടെ പൊതുപിതാവ്, നാം ഏകോദര സഹോദരന്മാരെ പോലെ കൈകോർത്ത് തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് പോകണം. സാഹോദര്യവും മതസൗഹൃദവും നാം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. നല്ല ഹിന്ദുക്കള്, ഹൈന്ദവ സഹോദരൻ ഒരിക്കലും ക്രിസ്ത്യാനികളെ, മുസൽമാനെ നിന്ദിക്കില്ല, അവമാനിക്കില്ല, അവർ ബഹുമാനിക്കും. അതുപോലെ നല്ല ക്രിസ്ത്യാനികള് ഒരിക്കലും ഹൈന്ദവ സഹോദരങ്ങളെ, മുസ്ലിം സഹോദരൻ ഒരിക്കലും നിന്ദിക്കില്ല. നല്ല മുസ്ലിം സഹോദരങ്ങള് ഒരിക്കലും ഹൈന്ദവ സഹോദരങ്ങളെ, ക്രിസ്ത്യാനികൾ ഒരിക്കലും നിന്ദിക്കില്ല, അവമാനിക്കില്ല. പരസ്പര സ്നേഹവും ബഹുമാനവും സഹകരണവും എപ്പോഴും അവർക്ക് ഉണ്ടാകും. ഇപ്പോൾ ഞങ്ങളുടെ ഇടയിൽ പോലും ചെറിയ വർഗീയത ഉണ്ടായി വരുന്നു. നാം ആരും അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. മുളയിലെ ഞുള്ളിക്കളയും ഞങ്ങളത്. ഓണാഘോഷം ആഘോഷിക്കരുത്, താലി ഉപയോഗിക്കരുത്, നിലവിളക്ക് ഉപയോഗിക്കരുത്, പെസഹ അപ്പവും പാലും ആർക്കും കൊടുക്കരുത്, അമ്പലത്തിൽ പോകരുത്. ഇങ്ങനെ ആ വർഗീയത ഉണർത്തുന്ന ചിന്താഗതി വെച്ച് പുലർത്തുന്ന ചെറിയൊരു ശതമാനമുണ്ട്. സമൂഹം അവരെ ഒറ്റപ്പെടുത്തും. തീർച്ചയായിട്ടും അത് തീർച്ചയാണ്. വികാസ് പോലെയുള്ള ആ മഹാപ്രസ്ഥാനങ്ങള് മതസൗഹൃദത്തിന് ഏറ്റവും വലിയ മാതൃക. ഞാൻ ഡയറക്ടറായിരുന്നു. കട്ടപ്പന മുതല് ഇവിടെ വരെ ആദ്യ 4 പഞ്ചായത്തില് 500ഓളം സംഘങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മതത്തിലും പെട്ടവര് ഏകോദര സഹോദരന്മാരെ പോലെ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു നല്ല മാതൃക. അതുപോലെ ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ വർഷത്തില് ഒരു 10-15 ശബരിമല കെട്ടുമുറക്കിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. എന്നെ എല്ലാവരും ക്ഷണിക്കും, ഞാൻ പോകും. അവരെ എന്റെ അടുത്ത് വന്ന് കാൽക്കത്തോട്ട് നമസ്കരിച്ച് ഞാൻ വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ കഴിച്ച് എപ്പോഴും ഞാൻ തിരിച്ച് പോരുന്നു. അതുപോലെ ഇവിടെ ആയിരുന്നപ്പോൾ അമ്പലത്തിലെ ഉത്സവങ്ങൾക്ക് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പലപ്പോഴും പല ക്ഷേത്രങ്ങളിൽ എന്നെ ക്ഷണിച്ചിരുന്നതൊക്കെ ഒരു വലിയ നന്മയായിട്ട് ഞാൻ എപ്പോഴും കണ്ടിരുന്നു. അതെപ്പോഴും നമുക്കറിയാം. ആ സാഹോദര്യം, വിശ്വസാഹോദര്യം, നമ്മളൊക്കെ ഒരുമയില് സ്നേഹത്തില് കൈകോർത്ത് പോകുവാനുള്ള ആ ഒരു നല്ല അവസരം എന്നെ ഇന്ന് ക്ഷണിച്ചതിന് ഏറ്റവും വലിയ മാതൃക. എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ നിങ്ങള് എന്നെ ഒരു അന്യനായിട്ട് ഒരിക്കലും കരുതിയില്ല. എന്നെ നിങ്ങൾ ഒരുവനായിട്ട് കരുതിക്കൊണ്ട് എന്നെ ക്ഷണിച്ചു. അതില് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ഒന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ദൗത്യം ചെയ്യുക, നിഷ്കാമ കർമ്മം. മഹാഭാരത യുദ്ധത്തില് എതിർചേരിയിലെ തന്റെ പിതാമഹന്മാരും ഗുരുഭൂതന്മാരും ദ്രോണാചാര്യര്, കൃപര്, അതുപോലെ ധൃതരാഷ്ട്രര്, ഭീഷ്മരൊക്കെ നിൽക്കുമ്പോൾ അർജുനൻ തകർന്നു പോവുകയാണ്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ക്ഷത്രിയന് കടമ യുദ്ധം ചെയ്യുകയാണ്, പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. നമ്മുടെ കടമ ഉത്തരവാദിത്വം ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യഥാർത്ഥ പ്രാർത്ഥന എന്ന് ഞാൻ പറയും. ബൈബിളില് വിശുദ്ധ മത്തായി സുവിശേഷത്തില് അന്ത്യവിധിയെ കുറിച്ച് പറയുന്നു.
ലോകത്തിലെ സകല ജനപദങ്ങളെയും ഒന്നിച്ചു കൂട്ടുന്നു. അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ സർവ്വ ജനപദങ്ങളെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം 6 ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. എനിക്ക് വിശന്നു, ദാഹിച്ചു, പരദേശിയായിരുന്നു, വസ്ത്രമില്ലായിരുന്നു, രോഗിയായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന് ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ഇത് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക ഒരിക്കലും സാധ്യമല്ല. നരസേവ, നാരായണ സേവ, ജനസേവ, ജനാർദ്ദന സേവ, മാനവ സേവ, മാധവ സേവ. മലയാളത്തിലെ പ്രസിദ്ധ കവിയായ വിശ്വനാരായണ നമ്പൂതിരിയുടെ മനോഹരമായൊരു കവിതയുണ്ട്. അതിന്റെ പേര് മുഖമെവിടെ. പ്രസിദ്ധമായ പഴയനൂർക്കാവ് ക്ഷേത്ര ഉത്സവത്തിന്റെ മനോഹരമായൊരു ചിത്രം ലോകത്തിലെ പ്രസിദ്ധനായൊരു ചിത്രകാരൻ വരയ്ക്കുകയാണ്. ചിത്രം വളരെ മനോഹരമായിരുന്നു. താലപ്പൊലിയേന്തിയ തരുണിമണിമാരും നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരും താരവട്ടവും ഗജാമരവും പഞ്ചവാദ്യ മേളങ്ങളും ജനങ്ങളും. ചിത്രം വളരെ മനോഹരം. ചിത്രം കണ്ടവർക്കെല്ലാം ഒരു വലിയ കുറവ് അനുഭവപ്പെട്ടു. ആ ചിത്രത്തില് മനുഷ്യനൊന്നും മുഖമില്ലാത്ത മനുഷ്യർ. അപ്പോൾ ആ ചിത്രം കണ്ടവര് ആ ചിത്രകാരനോട് ചോദിച്ചു, ഈ ചിത്രത്തില് മനുഷ്യനൊന്നും മുഖമില്ലല്ലോ. അപ്പോൾ ആ ചിത്രകാരൻ പറഞ്ഞു, ഈ ആധുനിക നൂറ്റാണ്ടിലെ മനുഷ്യന്റെ ചിത്രം ഞാൻ അതേപടി വരച്ചിരിക്കുകയാണ്. ഈ ആധുനിക നൂറ്റാണ്ടിലെ മനുഷ്യന്റെ പ്രത്യേകത, സവിശേഷത എന്ന് പറയുന്നത് മുഖമില്ലാത്ത മനുഷ്യര്, വ്യക്തിത്വമില്ലാത്ത മനുഷ്യര്, ചൈതന്യമില്ലാത്ത മനുഷ്യര്, ജീവനില്ലാത്ത മനുഷ്യര്. നാം ഒന്ന് ചിന്തിക്കണം. നാം ജീവനുള്ള, മുഖമുള്ള മനുഷ്യരായിട്ട് തീരുന്നുണ്ടോ? തീരേണ്ടവരാണ്. നമ്മുടെ ഈ തിരുവുത്സവ ആഘോഷം ഉപ്പുതറ നാടിന്റെ മുഴുവൻ ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും ആത്മീയ ഉണർവിന് കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി തിരുവുത്സവത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. എന്നെ ഇതിനായിട്ട് ക്ഷണിച്ച നിങ്ങളിൽ ഒരുവനായിട്ട് എന്നെ ഇപ്പോഴും കരുതുന്നതിൽ എനിക്കുള്ള ആ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കട്ടെ. ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം, താങ്ക് യു. കുഞ്ഞമ്പലമാണ് നമ്മുടെ ഉപ്പാറയിലെ കൃഷ്ണൻ്റെ അമ്പലം. പക്ഷേ അതൊരു അത്രയും ചൈതന്യമുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. അവിടുത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നിരപ്പേലച്ചനെ കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങളുടെ കണ്ണിലുണ്ടിയാണ് കേട്ടോ നിരപ്പേലച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളുടെ പറഞ്ഞിട്ട് പുള്ളിയെ വിളിക്കുന്നത് സാധാരണ പുള്ളിയെ അറിയപ്പെടുന്ന മുല്ലപ്പെരിയാർ അച്ഛൻ. അതെ അതെ, മുല്ലപ്പെരിയാറിന്റെ വേണ്ടി പുള്ളി ഭയങ്കരമായ സമരം നയിച്ചൊരു പാർട്ടി. ഒരുപാട് കാലങ്ങള് പുള്ളി മുല്ലപ്പെരിയാറിന് വേണ്ടി സമരം, സത്യാഗ്രഹം കിടക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സഭയുടെ അതിനകത്താണെങ്കിലും ശരി ഭയങ്കരമായ ഒരു ഇതുമില്ല. നമ്മുടെ കെട്ടുമുറുക്ക് വിളിച്ചാൽ നമ്മുടെ വീട്ടിൽ വരും, ഫുഡ് വയ്ക്കും. അത് പാവങ്ങള് പണക്കാര് അല്ലെ എനിക്ക് അറിയാവുന്നവരുടെ വീട്ടിലെ പോകത്തുള്ളൂ. അങ്ങനൊന്നുമില്ല. ജോയിച്ചൻ നിരപ്പേലച്ചൻ ഞങ്ങൾ വിളിക്കുന്നത്. അതെ അതെ അതെ. എവിടെ വെച്ച് കണ്ടാലുണ്ടല്ലോ എന്നെ കൊണ്ട് പോണേ വിശേഷം. എല്ലാ മനുഷ്യരോടും എല്ലാവരോടും. അത് പാർട്ടിയില്ല, ജാതിയില്ല, മതമില്ല, കളർ ഒന്നുമില്ല. ഒരു ഭയങ്കര അച്ഛൻ മാറിപ്പോയി. എങ്കിലും ഈ പരപ്പേന്ന് മാറിപ്പോയി അച്ഛനെ പിന്നെ ഉപ്പാറ ഒരു ഫംഗ്ഷൻ വിളിക്കണമെങ്കിൽ അച്ഛന്റെ ഒരു നന്മ കൊണ്ടല്ലേ വിളിക്കുന്നത്. അതെ അതെ, എല്ലാ പരിപാടിയും അത് തന്നെയുണ്ടല്ലോ. അച്ഛന് ഒഴിവാക്കാൻ പറ്റാത്ത എന്തിനു വിളിച്ചാലും എല്ലാ പരിപാടിയും. അച്ഛന്റെ ഈ മുല്ലപ്പെരിയാർ സമരമൊക്കെ വരുന്ന സമയത്ത് അച്ഛൻ നല്ല കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നതായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. പോയി പോട്ടെ.
അതെ. അപ്പൊ ഇന്നലെ സോറി അച്ഛന്റെ പ്രസംഗം ഇന്ന് കേട്ടപ്പോൾ ഉണ്ടല്ലോ ഒരു കുളിർമ തോന്നി. എന്റെ മനസ്സിലൊരു ഭയങ്കര ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് ഞാനത് ഫുള്ളെന്ന് വെച്ചാൽ മൊത്തമായിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ കുറെ എല്ലാം അച്ഛൻ പറഞ്ഞ് എടുത്ത് നമ്മുടെ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരിയും അതിനകത്ത് നമുക്ക് നല്ല മെസ്സേജുകൾ ഉണ്ടായിരുന്നു. ശരിയല്ലേ? എങ്ങനെയാണ് ഒരു മനുഷ്യനെ കാണേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ഒത്തിരി നല്ല മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഫുള്ള് അങ്ങനെ തന്നെ ഇട്ടത്. വണ്ടിയൊക്കെ പോകുന്നതൊക്കെ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ ഇട്ടത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇത്രയും ദൂരത്തുനിന്ന് നടന്നു വന്ന് ഈ അമ്പലത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റിയത് അതെ അച്ഛന്. ഇപ്പൊ പുൻകുന്തോ ആനപ്പള്ളിയുടെ അവിടെ കേട്ടാ അവിടുന്ന് അച്ഛൻ വന്നത് കേട്ടോ. അതല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ മരണങ്ങളൊക്കെ നടക്കിയല്ലേ നമ്മുടെ ഉറപ്പായിട്ടും വന്നിരിക്കും അച്ഛൻ. അതൊക്കെ ക്രിസ്ത്യാനാട്ടെ മുസ്ലിംസ് ആട്ടെ മനുഷ്യൻ മരിച്ചോ അയ്യോ എന്റെ നല്ലൊരു മനുഷ്യനാ. അത്രയും നമ്മള് ബഹുമാനിക്കണ്ടേ, സ്നേഹിച്ചു പോവും. അത്രയും നമ്മൾ അത്ര നല്ലൊരു അച്ഛനാണ്. അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല മനുഷ്യരുമായിട്ട് നമുക്കൊക്കെ കൂട്ടുകൂടാനും. അതുകൊണ്ടാണല്ലോ അച്ഛനെ അവിടുന്ന് ഇത്രയും ദൂരെ കൂടി ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പരിപാടി ഭദ്രദീപം തെളിക്കാനുള്ള അവസരം കൊടുത്തേ. അതെ. നല്ലൊരു പ്രസംഗമൊക്കെ അച്ഛൻ കാഴ്ച വെച്ചു. അച്ഛൻ വന്നതിന് ഒത്തിരി താങ്ക്സ്, നന്ദി. ഇത് അച്ഛൻ കാണത്തില്ലായിരിക്കും, എന്നാലും അച്ഛനെ അറിയുന്ന അച്ഛനെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് കാണുമെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇടിച്ചു പൊട്ടിക്കുക, ഒപ്പത്തി കമന്റും കൂടി ഇടുക കേട്ടോ. അപ്പൊ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ഓക്കെ.